ഞാൻ എൻ്റെ ഉയർന്നൻപത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ആർക്കേനെ പതിവ് തെറ്റിക്കാണ്ട് ഓൾ എന്നെ പോസ്റ്റ് ആക്കി. അങ്ങനെ ഞാൻ ഓളെയും വെയിറ്റ് ചെയ്ത് നിന്ന് അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ട് എപ്പോഴും ഇങ്ങനെ തന്നെ, എപ്പോഴും ലേറ്റ് ആയിട്ടേ വന്നിട്ടുള്ളൂ. ലേറ്റ് കമറാണത്. കാപ്പാട് ബീച്ചിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഇവളുടെ വീട് കാപ്പാട് ബീച്ചിനടുത്ത് തന്നെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ കാപ്പാട് ബീച്ചിലേക്കുള്ളെങ്കിലും ഞാൻ ഇവിടെ വരുന്നത് കുറവ് തന്നെയായിരിക്കും. എപ്പോഴും ഞങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് തന്നെയാണ് പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം നമ്മളെ സണ്ണിമയും പറയുന്നുണ്ട്, ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുകയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ചളി പറയുക, ഇതൊക്കെ തന്നെ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ വണ്ടി നിർത്തി. എല്ലായിടത്തിലെയും പോലെ ഇവിടെയും കഴിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ചോക്കോബാർ വാങ്ങി. നിറയെ തട്ടുകടകളാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പലതരം പൊരികടികളും അതും ഇതും ഉപ്പിലിട്ടതും ഒക്കെ ഉണ്ട്. ഇവിടെ കയറി ഇവിടുന്ന് എന്താ കഴിക്കുക എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചില്ലുകൂട്ടിൽ മൊത്തം തിരഞ്ഞു അന്ന് നമുക്ക് ഗ്രീൻ പീസ് കഴിക്കാനായി. പക്ഷെ ഗ്രീൻ പീസ് ആയിട്ടില്ല. പിന്നെ നേരെ കണ്ടുപോയത് ഉപ്പിലിട്ടതിലേക്ക്. ഉപ്പിലിട്ടതൊന്നും കഴിക്കരുത്, മഞ്ഞപ്പിത്തം വരുന്നു. പക്ഷേ കൈതച്ചക്ക കണ്ടപ്പോൾ എനിക്ക് അതൊന്നും ഓർമ്മ വന്നില്ലേ. ഇവിടെ ഇപ്പോൾ പാസ് എടുത്തിട്ടൊക്കെ കയറണം. പണ്ട് ഇങ്ങനെയൊന്നുമില്ല, ഇനി ഓരോരോ പരിഷ്കാരങ്ങളെ. പിന്നെ ചേമഞ്ചേരി പഞ്ചായത്തുകാർക്കാണെങ്കിൽ പൈസയിൽ എന്തോ ഇളവുണ്ട്. ഇവിടെ ചേമഞ്ചേരി പഞ്ചായത്തുകാരിയാണ്, അതുകൊണ്ട് അതിൻ്റെ പ്രൂഫ് ഇരുന്ന് തപ്പാള്. ചോക്കോബാറൊക്കെ കവറിൽ അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ വീട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ കോരിയാണ് ഞങ്ങൾ ചോക്കോബാർ കഴിച്ചുകൊണ്ടിരുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ ആ ഒരു കൈതച്ചക്കയും കൂടെ തിന്നു. നല്ല എരിവുണ്ടായിരുന്നു. മെല്ലെ മെല്ലെ വെയിലൊക്കെ കുറഞ്ഞത് ആ സൺസെറ്റിന് റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇതാ നമ്മളെ സൂര്യേട്ടനൊക്കെ താവാൻ വേണ്ടി പോവാണ്. പിന്നെ അങ്ങോട്ട് മെയിൻ കലാപരിപാടി, സെൽഫി വീഡിയോസ്, ഫോട്ടോസ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരുപാട് ചിരിച്ച്. പിന്നെ ഇത് മെയിൻ കാര്യമാണല്ലോ, നമ്മളറിയാത്ത പോലെ അൺഎക്സ്പെക്റ്റഡ് വീഡിയോസാണ് എടുക്കുന്നത്. കുട്ടികളൊക്കെ ഫുൾ വൈബിൽ തന്നെ. പക്ഷെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ വന്നപ്പോൾ ജസ്റ്റ് കാല് നനച്ച് പോയി എന്നല്ലാണ്ട് ഇതുപോലെ കടലിൽ കിടന്ന് ഉരുളാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഈ മോളിവിടെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് കിടക്കുക. പക്ഷെ കണ്ടിട്ട് പേടിയാവാ, തിരമാലൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന കണ്ടിട്ടേ. ചെറുപ്പത്തിൽ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ സൂര്യാസ്തമയം കാണാമെന്നുള്ളത്. കാപ്പാട് വന്നിട്ട് തന്നെയാട്ടോ ഞാൻ കണ്ടത്. പക്ഷെ ഇപ്പോൾ അതൊരു പുത്തരില്ല. ബീച്ചിൽ വന്നാൽ അത് അങ്ങനെ നടന്നു പോയിട്ട് തിരമാല കാലിലടിച്ചിട്ട് പോകുന്ന സെൽഫിയോ വീഡിയോയോ ഫോട്ടോയോ എന്തെങ്കിലും ഒന്ന് നിർബന്ധം. പിന്നെ ഇതാ ഈ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകില്ലല്ലോ. വരുന്നത് തന്നെ കുറേ ഫോട്ടോ എടുക്കാനും പിന്നെ കുറേ ചളി പറയാനും. ഞങ്ങൾ ഏകദേശം ഒരു 5-6 കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പായിരുന്നു. നാട്ടിൽ കുറച്ച് ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത് കുറച്ച് സമയമാണെങ്കിലും എന്തോ ദാറ്റ്സ് ബോണ്ടാ വർക്ക് ചെയ്ത് തുടങ്ങി. ഇതാണ് പൂക്കി, അശ്വനി പൂക്കി. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ക്യാമറയിൽ നല്ല വെളിച്ചം കാണുന്നുണ്ട്. അതിൻ്റെ മുമ്പ് നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്രീൻ പീസ് കഴിക്കാണ്ടല്ലോ, അങ്ങനെ ഗ്രീൻ പീസ് വാങ്ങി കഴിച്ചു. പക്ഷേ ഞാൻ മുമ്പ് കഴിച്ച അത്ര ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. കുറ്റം പറയാമെന്ന് വിചാരിക്കേണ്ട. പക്ഷേ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് അശ്വിനി ഭയങ്കര എക്സ്പ്രഷനൊക്കെ ഇടുന്നത്. പിന്നെ ബൂസ്റ്റ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാടമുട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാടമുട്ടയ്ക്ക് ഭയങ്കര എരിവുണ്ടായിരുന്നു. ഇവിടെ തിന്നപ്പോഴത്തേക്കും വയറ് നന്നായിട്ട് നിറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു കോഴി അട കൂടെ വാങ്ങിച്ച് അത് പകുതിയായിട്ട് കഴിച്ചു. വീട്ടിൽ നിന്ന് വിളിച്ച് തെറിവിളി തുടങ്ങി. നേരം പാതിരാത്രി ഏറ്റവും വീട്ടിൽ കയറാനായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാം. അങ്ങനെ ഞങ്ങൾ പോവാണ് ഗായ്സ്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ.